നമ്മുടെ ഈ രാജ്യത്ത് ഏതൊരു സാധാരണ പൗരനും സമാധാനപരമായി പ്രതിഷേധിക്കാനും സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യാനും ഭരണഘടന വ്യക്തമായ മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. അല്ലാതെ ഭരിക്കുന്നവരുടെ താല്പര്യങ്ങൾക്ക് കണ്ണടച്ച് തലയാട്ടി കൊടുക്കാനും അവരുടെ ശാഖാ അജണ്ടകൾക്ക് വിടുപണികൾ ചെയ്യാനും മാത്രം ജീവിക്കുന്ന അടിമകളല്ല ഈ രാജ്യത്തെ ജനങ്ങൾ. എന്നാൽ ഈ ഭരണഘടനാ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥിയോ പൗരനോ തെരുവിലിറങ്ങിയാൽ ഉടനങ്ങോട്ട് ചാടി വീണ് അവരെയൊക്കെ കയറി രാജ്യദ്രോഹികൾ, പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ എന്നൊക്കെ മുദ്രകുത്തി വായടപ്പിക്കാനാണ് ഇവിടുത്തെ സ്വയം പ്രഖ്യാപിത ദേശീയ കുരുക്കൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ലഡാക്കിൻ്റെ പരിസ്ഥിതിക്കും അവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി അതിശൈത്യത്തിൽ നിരാഹാരം കിടന്ന രാജ്യത്തിൻ്റെ അഭിമാനമായ സോനം വാങ്ചുക്കിനെ വരെ രാജ്യദ്രോഹി എന്നും ചൈനീസ് ഏജന്റ് എന്നും വിളിച്ച് പരിഹസിച്ച വിഡ്ഢികളാണ് ഈ സംഘപരിവാണങ്ങൾ. അങ്ങനെയുള്ള ഇക്കൂട്ടർ ഡൽഹിയിൽ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തുന്ന ഇത്രയും വലിയൊരു ജനകീയ സമരം കാണുമ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി കുരുപൊട്ടുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? പൗരന്മാരുടെ അവകാശങ്ങളെ അധിക്ഷേപിക്കുന്ന ഈ ശാഖാമിത്രങ്ങൾക്ക് സമരമെന്ന് കേൾക്കുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരികയാണ്. പക്ഷേ പാവങ്ങൾ എന്ത് ചെയ്യാം? ഇവർ കെട്ടിയുയർത്തുന്ന വ്യാജ പ്രചാരങ്ങളെയും ചാണക നുണകളെയും ഒന്നൊന്നായി 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഈ സമരത്തെ തകർക്കാൻ ഡൽഹി പോലീസും BJP ഭരണകൂടവും കാണിക്കുന്ന ക്രൂരതകൾ കണ്ടാൽ ഏത് ജനാധിപത്യ പൗരന്റെയും ചോര തിളച്ചു പോകും. ജനാധിപത്യപരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയ പെൺകുട്ടികളെ പോലും വെറുതെ വിടാതെയാണ് പോലീസിന്റെ തേർവാഴ്ച നടക്കുന്നത്. പെൺകുട്ടികളെ റോഡിലൂടെ കടന്നു പിടിച്ചും വസ്ത്രങ്ങളിൽ വലിച്ചിഴച്ചും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ക്രൂരമായി ലാത്തി കൊണ്ട് കുത്തിയും ദയാരഹിതമായ വേട്ടയാടലാണ് ഡൽഹി പോലീസ് നടത്തുന്നത്. ജീവനും മരണത്തിനുമിടയിൽ ആശുപത്രി കിടക്കയിൽ സമരം ചെയ്യുന്ന കുട്ടികൾ പോരാടുമ്പോഴും യുവാക്കളുടെ ഭാവി മോഷണം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിക്കാൻ ചുറ്റും മുള്ളുവേലികൾ കെട്ടുകയാണ് ഈ ഭരണകൂടം. പോരാത്തതിന് പോലീസുകാർ സ്വന്തം വാഹനങ്ങൾ തല്ലിത്തകർത്ത് ആ കുറ്റം മുഴുവൻ സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ തലയിൽ കെട്ടിവെച്ച് ക്രൂരമായ വേട്ടയാടലിന് വഴിയൊരുക്കുകയാണ്. പ്രതിഷേധിക്കാനിറങ്ങിയ കുട്ടികൾക്ക് മുന്നിലേക്ക് പോലീസിനെ മാത്രമല്ല കുറുവടികളേന്തിയ സംഘപരിവാർ ഗുണ്ടകളെ കൂടിയാണ് മോദി സർക്കാർ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതുകൊണ്ടും തീരുന്നില്ല. ഈ സമരത്തെയും അതിൽ പങ്കെടുക്കുന്ന കുട്ടികളെയും മോശക്കാരാക്കാൻ വേണ്ടി BJPയുടെ IT സെല്ലും അവരുടെ സൈബർ വാണപ്പടയും കാണിച്ച കോപ്രായങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. കഴിഞ്ഞ ദിവസം ഇവർക്കിട്ട് കിട്ടിയ 1-ാം നമ്പർ തേപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും CJP പ്രവർത്തകരെയും തകർക്കാൻ വേണ്ടി BJPയുടെ പ്രൊഫഷണൽ IT സെൽ ഒരു പച്ചക്കള്ളം അങ്ങോട്ട് പടച്ചിറക്കി. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ലെറ്റർ ഹെഡിൽ ഇതാ ഡൽഹിയിലെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വ്യാജ കത്ത് സോഷ്യൽ മീഡിയയിൽ ഇവർ പടച്ചുവിട്ടു. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കള്ളം വെച്ച് ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങുമ്പോൾ അത് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവുമുള്ള ആൾക്കാരെ കൊണ്ട് എഡിറ്റ് ചെയ്യിക്കണം എന്ന പ്രാഥമിക ബോധം പോലും ഈ IT സെല്ലിലെ അന്തം സംഖ്യകൾക്ക് ഇല്ലാതായിപ്പോയി. ഒരു വ്യാജ കത്ത് ഉണ്ടാക്കിയപ്പോൾ അതിലെ സ്പെല്ലിംഗ് എന്താണെന്നോ ലോഗോ എന്താണെന്നോ പോലും നോക്കാതെയാണ് ഇവർ AI ഉപയോഗിച്ച് അങ്ങോട്ട് തട്ടി ഉണ്ടാക്കിയത്. കത്തിലെ വാചകങ്ങളിൽ നിറയെ വൻ അക്ഷരത്തെറ്റുകൾ. പോരാത്തതിന് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക ലോഗോ പോലും മാറ്റി ഏതോ സ്കൂളിലെ ലോഗോ കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അതായത് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയാത്ത വിവരം കെട്ട വിഡ്ഢികളാണ് IT സെല്ലിൽ ഇരുന്ന് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇതൊന്നും നോക്കാതെ നമ്മുടെ നാട്ടിലെ സംഘകുരുക്കൾ ആ അക്ഷരത്തെറ്റുള്ള വ്യാജ കത്ത് പൊക്കിപ്പിടിച്ച് ചാടി വീണു. ചാടി വീണത് മാത്രമല്ല, ചില പ്രമുഖ മാധ്യമങ്ങളിലും ചർച്ചകളിലും വന്ന് പറയുകയുണ്ടായി, കണ്ടോ ബംഗ്ലാദേശിൽ നിന്നാണ് ഇവർക്ക് പിന്തുണ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നു ഈ കൂട്ടർ. പക്ഷേ മണിക്കൂറുകൾക്കകം കളി പൊളിഞ്ഞു. ഒടുവിൽ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി തന്നെ പരസ്യമായി വ്യക്തമാക്കി, ഞങ്ങൾ അങ്ങനെ ഒരു കത്തും ആർക്കും കൊടുത്തിട്ടില്ല, ഇത് ആരോ AI വെച്ചുണ്ടാക്കിയ കള്ള സാധനമാണ് എന്ന്. ശരിക്കും
ഒരു കള്ളമെങ്കിലും നേരെ ചൊവ്വേ ഉണ്ടാക്കണ്ടേ സംഘിച്ചേട്ടന്മാരെ? ഇതിപ്പോൾ വാർത്താ ചാനലുകളിൽ വന്ന് തൊണ്ട പൊട്ടി കൂവിയ വാണസംഖ്യകളുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്നൊന്നര ആഗോള നാണംകെടൽ എന്ന് തന്നെ പറയാം. ഇതുകൊണ്ടും തീർന്നില്ല ഇവരുടെ നുണപ്രചാരണം. അടുത്ത കള്ളവുമായി ഇവർ വീണ്ടും ഇറങ്ങി. എൻ്റെ രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്നു. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഹൈഡ്രജൻ ട്രെയിനിന്റെ ചില്ലുകൾ സമരക്കാർ തകർക്കുന്നു എന്നും പറഞ്ഞ് കരച്ചിലോടെ കരച്ചിൽ. സംഘപരിവാറിന്റെ എല്ലാ സൈബർ ഗ്രൂപ്പുകളും ഇവരുടെ ചാനലുകളും ഈ വീഡിയോ എടുത്ത് വലിയ ആഘോഷമാക്കി. എന്നാൽ അതിൻ്റെയും സത്യം പുറത്തു വന്നപ്പോൾ ഇവർ വീണ്ടും അണ്ണാക്കിൽ വെടിപൊട്ടിയ അവസ്ഥയിലായി. സംഗതി ബീഹാറിൽ ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് പരീക്ഷ എഴുതാൻ പോകാൻ ട്രെയിൻ വൈകിയപ്പോൾ സഹികെട്ട് നടത്തിയ പഴയൊരു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. ബീഹാറിലെ തൊഴിൽ രഹിതരായ വിദ്യാർത്ഥികൾ ചെയ്ത കാര്യമെടുത്ത് ഡൽഹിയിലെ സമരക്കാരുടെ തലയിൽ വെച്ച് കൊടുത്ത് നാണം കെടുത്താനായിരുന്നു ഇവരുടെ യോഗം. എന്നാൽ ഈ കള്ളപ്രചാരണങ്ങളെക്കാൾ ഗൗരവമുള്ള മറ്റൊരു അവസ്ഥ കൂടി ഇവിടെയുണ്ട്. രാജ്യത്തെ യുവാക്കളെയും ജോലിയില്ലാത്ത വിദ്യാർത്ഥികളെയും പാറ്റകളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്ന് അധിക്ഷേപിച്ചത് മറ്റാരുമല്ല, സുപ്രീം കോടതിയിലെ ജഡ്ജി തന്നെയാണ്. ഈ അധിക്ഷേപത്തിനെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോൾ പോലീസും BJP ഗുണ്ടകളും ചേർന്ന് ആ പാവം കുട്ടികളെ ക്രൂരമായി തല്ലിച്ചതച്ചു. പെൺകുട്ടികളെ പോലും വിടാതെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ലാത്തി വെച്ച് കുത്തിയും കടന്നുപിടിച്ചും പോലീസ് നടത്തിയ ഈ ആക്രമണങ്ങൾക്കെതിരെ ഹർജിയുമായി സുപ്രീം കോടതിയിൽ പോയപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? വീഡിയോ കാണാനോ വാദം കേൾക്കാനോ ഞങ്ങൾക്ക് സമയവും സൗകര്യവുമില്ല എന്ന് പറഞ്ഞ് ഹർജി തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ഭയപ്പെടുത്തലുകൾക്കൊന്നും വഴങ്ങാതെ ഒരു പുതിയ ജനറേഷനാണ് ഇന്ന് തെരുവിലുള്ളത്. തങ്ങൾക്ക് കേസുകൾ വരുമെന്നോ ജയിലിലാവുമെന്നോ UAPA ചുമത്തുമെന്നോ ഉള്ള യാതൊരു ഭയവുമില്ലാതെ കൂളിംഗ് ഗ്ലാസും വെച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും നേരിട്ട് സംസാരിക്കുന്ന ഭയമില്ലാത്ത ചെറുപ്പക്കാർ. എത്ര തല്ലിയാലും വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്ന ഈ യുവത്വത്തെ കണ്ട് ഭരണകൂടവും സംഘക്കൂട്ടങ്ങളും ശരിക്കും ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഈ സമരം ഇപ്പോൾ വെറും ഒരു വിദ്യാർത്ഥി സമരം മാത്രമല്ല, രാജ്യത്തിൻ്റെ ഹൃദയവികാരമായി മാറിയിരിക്കുന്നു. ഡൽഹി മെട്രോ സ്റ്റേഷനിൽ സാധാരണ യാത്രക്കാർ വരെ മോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. രാജ്യത്തെമ്പാടുമുള്ള സാധാരണക്കാർ സമര സ്ഥലത്തേക്ക് സ്വിഗ്ഗി, സൊമാറ്റോ വഴി ഭക്ഷണവും വെള്ളവും ചെയ്ത് അയച്ചു കൊടുക്കുന്നു. കറുപ്പണിഞ്ഞ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കർണാടക, കേരള മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമരം വ്യാപിപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പോലീസുകാർ വലിച്ചിഴച്ച് കസ്റ്റഡിയിലെടുത്തതും നേതാക്കൾക്ക് മർദ്ദനമേറ്റതുമായ ദൃശ്യങ്ങൾ രാജ്യം മുഴുവൻ തത്സമയം കണ്ടുകഴിഞ്ഞു. മറ്റൊരു വശത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അമേരിക്കൻ ഗൂഢാലോചന എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഗോദി മീഡിയയിലെ അർണവ് ഗോസ്വാമിയോട് പ്രസ്താവന നിർത്തിവെക്കാൻ കേന്ദ്ര ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടെത്തി ആവശ്യപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. കാരണം അമേരിക്കൻ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ നാളെ മോദിക്ക് അമേരിക്കയിൽ പോയി GG കളിക്കാൻ പറ്റില്ല എന്ന് ഭരണകൂടത്തിന് ബോധ്യമായിട്ടുണ്ട്. സമരക്കാരുടെ പേജുകൾ ബ്ലോക്ക് ചെയ്യും, മാധ്യമങ്ങളെ ഉപയോഗിച്ച് വാർത്തകൾ മറച്ചുവെച്ചും അടിച്ചമർത്താൻ നോക്കിയിട്ടും ബാരിക്കേഡുകൾ ഒന്നൊന്നായി തകർത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഒരു ഒത്തുതീർപ്പിനുമില്ലെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പിച്ചു പറയുമ്പോൾ ഭയന്നു വിറച്ച കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ എത്രയോ കുട്ടികളാണ് ആശുപത്രിയിലും ICUവിലും വെന്റിലേറ്ററിലും ഉള്ളത്. അതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് മന്ത്രി രാജിവെച്ചിട്ട് മതി ചർച്ച എന്നാണ് CJP വക്താക്കൾ മറുപടി നൽകിയത്. ചുരുക്കി പറഞ്ഞാൽ അധികാരത്തിൻ്റെയും ശാഖാബുദ്ധിയുടെയും അഹങ്കാരത്തിൽ രാജ്യത്തെ യുവാക്കളുടെ ഭാവിയെയും ഭരണഘടനാ അവകാശങ്ങളെയും തച്ച് തകർക്കാം എന്ന് കരുതിയ സംഘപരിവാർ ഭരണകൂടത്തിന് കിട്ടിയ ഒന്നാന്തരം മുട്ടൻ തിരിച്ചടിയാണ് ഈ സമരം. കുറെ കാലമായി വ്യാജനുണകളുടെ കൊട്ടാരത്തിന് മുകളിൽ കെട്ടിപ്പൊക്കിയ ഇവരുടെ ആധിപത്യത്തിന് ഇപ്പോൾ സ്വന്തം അടിത്തറയിൽ തന്നെ വലിയ വിള്ളലുകൾ വീണു തുടങ്ങിയിട്ടുണ്ട്. ഒരു അക്ഷരത്തെറ്റില്ലാതെ വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കാൻ പോലും ബുദ്ധിയില്ലാത്ത IT സെല്ലിലെ ചാണക തലച്ചോറുകളെ വെച്ച് ഈ ജനകീയ സമരത്തെ തോൽപ്പിക്കാമെന്ന് ഇവർ കരുതണ്ട. സോനം വാങ്ചുകിനെ പോലെയുള്ള സമാധാനകാംക്ഷികളെ രാജ്യദ്രോഹികളാക്കിയും അവകാശങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികളെ പാറ്റകൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചും ഇനി മുന്നോട്ട് പോകാം എന്നിവർ വിചാരിക്കേണ്ട.
സംഘ സൈബർ മിത്രങ്ങളും BJP IT സെല്ലും എത്രയൊക്കെ വ്യാജ ഉൽപ്പന്നങ്ങൾ ഇറക്കി സമൂഹത്തെ വിഭജിക്കാൻ നോക്കിയാലും സത്യത്തിന്റെയും നീതിയുടെയും മുന്നിൽ അതെല്ലാം പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും. പേടിയില്ലാത്ത ഒരു പുതിയ തലമുറ തെരുവിൽ അവകാശങ്ങൾ ചോദിച്ച് ഉറച്ചു നിൽക്കുമ്പോൾ ചരിത്രം എന്നും അടിച്ചമർത്തുന്ന ഫാസിസ്റ്റ് ഭരണാധികാരികൾക്ക് എതിരെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ കള്ള പ്രചാരണങ്ങളെയും ഭരണകൂട ഭീകരതയെയും അതിജീവിച്ച് ഈ സമരം രാജ്യത്തിന് വലിയൊരു മാറ്റത്തിന്റെ വഴി തുറക്കുമെന്നത് തീർച്ചയാണ്. ഈ കള്ള പ്രചാരണങ്ങളെയും ഭരണകൂട ഭീകരതയെയും അതിജീവിച്ച് ഈ സമരം രാജ്യത്തിന് വലിയൊരു മാറ്റത്തിന്റെ വഴി തുറക്കുമെന്നത് തീർച്ചയാണ്. ഈ വിഷയത്തിന്റെ അടുത്ത അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. നന്ദി.